ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു അടിപൊളി ഒരു ആംപ്ലിഫയർ ആണ്. അതായത് 2.1-ൻ്റെ ഒരു കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ആണെന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതിൻ്റെ കൂടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു കോഡ് വെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മാനുവൽ വന്നിട്ടുണ്ട്. മാനുവലിൻ്റെ അകത്ത് നമുക്ക് മോഡൽ നമ്പർ നോക്കുവാണെങ്കിൽ AX2120 HD എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. വാട്സ് അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ഡീറ്റെയിൽ എല്ലാം ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ എടുത്ത് പറയുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു റിമോട്ടാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള റിമോട്ടാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അതായത് നമ്മളൊരു G-Starൻ്റെ 2.1 റിമോട്ട് കിറ്റ് കാണുന്ന പോലെ തന്നെയുള്ളൊരു ഏകദേശം ആ ക്വാളിറ്റി ഉള്ള ഒരു റിമോട്ടാണ് ഇതിൻ്റെ കൂടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് റിമോട്ട് കൊണ്ട് നമുക്ക് സബ് വൂഫറിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട് റൈറ്റ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ബാസ്, ട്രിബിള്, ഇക്വലൈസർ, ഇൻപുട്ട് അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റിമോട്ടാണ് കൂടെ വെച്ചിരിക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് ആംപ്ലിഫയറിലേക്ക് നോക്കുവാണെങ്കിൽ കണ്ടില്ലേ, നമുക്ക് സിമ്പിളായിട്ടൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഇതിന് വരുന്നുള്ളൂ. കാരണം ഇതൊരു 2.1 ക്ലാസ് ഡി ആംപ്ലിഫയർ എന്ന രീതിക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ പെർഫോമൻസിൽ നമുക്കൊരു നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ ആമ്പ് തരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈനിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിലൊരു ഡിഫറെൻ്റ് ആയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പാനലും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ഒരു 2 മൈക്കൊക്കെ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബജറ്റഡ് സെഗ്മെൻറ്റ് വരുന്ന ഒരു ആംപ്ലിഫയർ എന്ന് തന്നെ പറയാം. ഫ്രണ്ടിലായിട്ടൊരു ഓണം സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇൻപുട്ടിനുള്ളൊരു ഓപ്ഷൻസാണ്. ഇൻപുട്ടിൽ നമുക്ക് കൊയാക്സിൽ, ഓക്സ്, USB, ബ്ലൂടൂത്ത്, FM അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട് വരുന്ന രീതിയിലാണ് ഇവരത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ARCക്ക് വേണ്ടി ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ARC സെപ്പറേറ്റ് നമുക്ക് ഇനി സെലക്ഷൻ കൊടുക്കാൻ വേണ്ടി സെൻട്രലായിട്ട് ഇതിൻ്റെ ഒരു USB-യും ഡാക്കും കണക്ട് ചെയ്യാനുള്ള ഒരു USB പോർട്ട്. അടുത്തതായിട്ട് ഇതിൻ്റെ അകത്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഓക്സ് ഇൻപുട്ട് ഉണ്ട്, 2 മൈക്ക് ഉണ്ട്. മൈക്കിൽ തന്നെ നമുക്കൊരു എക്കോയും ഡിലേയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു മൈക്ക് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സെൻട്രലായിട്ടൊരു ഡിസ്പ്ലേയുടെ ഒരു യൂണിറ്റ് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുന്നത്. പിന്നെ എൻകോഡറിനായിട്ടുള്ളൊരു കൺട്രോളർ. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ARC HDMI ഇൻപുട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഒപ്റ്റിക്കൽ ഇൻപുട്ട് വന്നിട്ടുണ്ട്. പിന്നെ 2 സ്റ്റീരിയോ ഇൻപുട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു സബ് ഔട്ട്, ഒരു പ്രീ ഔട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു ആമ്പിലേക്ക് കണക്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒരു ബോർഡൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രീ ഔട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ റിമോട്ട് ചെക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് റിമോട്ടിൻ്റെ അത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്പീക്കർ ഔട്ടിലേക്ക് നോക്കുവാണെങ്കിൽ 4 to 18 ohmസിലുള്ള സ്പീക്കറുകൾ നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാം. ഒരു പെർ ചാനലിൽ നമുക്കൊരു 100 വാട്ട്സും അതുപോലെ തന്നെ സബിന് ഒരു 120 വാട്ട്സും കിട്ടുന്ന രീതിയിലാണ് അവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബനാന സോക്കറ്റൊക്കെ കൊടുത്ത് നല്ല രീതിയിലാണ് അവരുടെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് പവർ കോഡ് വെയറിനുള്ള കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട് ഡിസൈനിങ് കൂടി ഒന്ന് നോക്കാം. നല്ല വൈറ്റ് ഡിസ്പ്ലേ വരുന്ന നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പാനലിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് എൻകോഡർ ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിളായിട്ട് ഇത് ഇൻപുട്ടുകൾ, ഓപ്ഷൻസൊക്കെ നമുക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് നോക്കുവാണെങ്കിൽ ARCയും ഒപ്റ്റിക്കലും കൊയാക്സിലൊക്കെ ആയിട്ട് FM വരുന്നുണ്ട്. FM-നൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു FM ആണ് അവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ USB, ബ്ലൂടൂത്ത്, ഓക്സ് വന്നിട്ടുണ്ട്. ഇനി സെൻട്രലായിട്ടൊരു ഓപ്ഷൻസ് എന്താ വെച്ചാൽ ARC നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി, അതേപോലെ തന്നെ വോളിയം, ട്രിബിള്, ബാസ്, അതുപോലെ തന്നെ മൈക്കിൻ്റെ ഓപ്ഷൻ, മൈക്കിൻ്റെ ഡിലേ വരുന്നുണ്ട്, മൈക്ക് ട്രിബിള്, മൈക്ക് ബാസ്, എക്കോ, അങ്ങനെ ഡിലേ, അങ്ങനെ എല്ലാം ഒരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉപയോഗിച്ച് ഒരു സാധാരണക്കാർക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന ബജറ്റിൽ വരുന്ന നല്ലൊരു ആമ്പെന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് ഈ ആമ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 6 ഇഞ്ചിൻ്റെയൊക്കെ ഒരു 2 ബോക്സും അതേപോലെ തന്നെ ഒരു 10 ഇഞ്ചിൻ്റെ സബിനൊക്കെ കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്.